മുന്നണി വിപുലീകരണം സാധ്യമാക്കുമെന്ന് യു.ഡി.എഫ് കൺവീനർ അടൂർ പ്രകാശ്. ജോസ് കെ മാണി വിഭാഗത്തെ യു.ഡി.എഫിൽ തിരികെ എത്തിക്കും. ഭരണം കിട്ടിയാൽ മുഖ്യമന്ത്രി ആരാകണമെന്നത് തർക്കമാവില്ല. ഈഴവ വിഭാഗത്തിന് കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനം നൽകണമെന്ന് നിർബന്ധമില്ല. സംസ്ഥാന സർക്കാർ പൂർണ്ണ പരാജയമാണെന്നും അടൂർ പ്രകാശ് ന്യൂസ് 18നോട് പറഞ്ഞു. പിണറായി വിജയൻ സർക്കാർ 9ാം വർഷത്തിലേക്കും രണ്ടാം പിണറായി വിജയൻ സർക്കാർ 4ാം വർഷത്തിലേക്കും കടക്കുമ്പോൾ സർക്കാരിന്റെ വാർഷിക ദിനം കരിദിനമായി ആചരിക്കാനാണ് കോൺഗ്രസ് അല്ലെങ്കിൽ യു.ഡി.എഫ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് യു.ഡി.എഫ് കൺവീനർ ശ്രീ അടൂർ പ്രകാശ് നമുക്കൊപ്പമുള്ളത്. തെരഞ്ഞെടുപ്പുകളുടെ കാലമാണ് വരാൻ പോകുന്നത്. ഈ ഒരു നേതൃതലത്തിലെ ഒരു പെട്ടെന്നുള്ള മാറ്റം, കെ സുധാകരനായാലും നേരത്തെ പറഞ്ഞു ഇപ്പോഴൊരു മാറ്റമൊന്നും ഉടനെ ഇല്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞത്. പക്ഷേ പെട്ടെന്നൊരു തീരുമാനം വന്നു. അത് ഈ കഴിഞ്ഞ 9 വർഷത്തെ പോരാട്ടങ്ങളുടെ ഒരു ഉശിരു കുറവാണ് എന്നൊരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇല്ല, അങ്ങനെ അത്തരത്തിലൊരു ചിന്തയും മറ്റു കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പാർട്ടിയുടെ ഒരു ഘടകത്തിനുള്ള വ്യത്യാസം അല്ലെങ്കിൽ ചുമതലകളെ ഏൽപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് അങ്ങനെ ഒരു തോന്നൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്ന് ചോദിച്ചാൽ 4 വർഷക്കാലം അദ്ദേഹം കെ.പി.സി.സി പ്രസിഡൻ്റായി ചുമതല ഏറ്റെടുത്ത് പല കാര്യങ്ങളും നിറവേറ്റി. പിന്നെ പല നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും എല്ലാത്തിനെയും തൻ്റെ അടുത്തോടുകൂടി നേരിട്ടു. അതുകൂടാതെ തന്നെ മറ്റു ഓരോ പ്രവർത്തനങ്ങളും അതിൽ അദ്ദേഹം ഇരിക്കുന്ന കാലഘട്ടത്തിൽ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചെടുത്ത് പരിശോധിച്ചാൽ അറിയാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ഓരോ പ്രവർത്തനങ്ങളും നിറവേറ്റി മുമ്പോട്ട് വന്ന ഒരു സമയമാണത്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ പാർട്ടിയുടെ ഒരു തീരുമാനം എന്നുള്ള നിലയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ചില മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഒരു തീരുമാനമെടുത്തപ്പോൾ അത് കേരളത്തിലും നടപ്പാക്കിയത്ര. താങ്കൾ തൃപ്തനാണോ യു.ഡി.എഫ് കൺവീനർ എന്ന ഈ ഒരു സ്ഥാനത്ത്? ഒരു ഫേസ് ഷിഫ്റ്റ് വന്നപ്പോൾ ഇങ്ങനൊരു പദവി ഞാൻ അങ്ങനെ പദവി ഒന്നും പ്രതീക്ഷിച്ചില്ല. നമ്മളുടെ അധ്വാനവും നമ്മുടെ പ്രവർത്തനവും അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാനും ഈ പാർട്ടിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കൊരു അംഗീകാരം നൽകിയിരിക്കുന്നു. ആ അംഗീകാരം തീർച്ചയായിട്ടും ഞാനത് ഏറ്റെടുക്കുക മാത്രമല്ല എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിറവേറ്റണമെന്ന് ബോധ്യമുള്ള ഒരാളാണ്.